നമസ്കാരം. മലയാളം SCERT ചാനലിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ കാനനോത്സവം എന്ന പാഠം. പലതരം ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും നാടാണ് നമ്മുടെ നാട്, അല്ലേ? ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്, അറിയാലോ എല്ലാവർക്കും. കേരളോത്സവം, ഗ്രാമോത്സവം എന്നിവയെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. നിങ്ങളുടെ നാട്ടിലൊക്കെ നടക്കാറില്ലേ? സ്കൂളുകളിൽ യുവജനോത്സവം നടക്കാറില്ലേ? കലോത്സവമൊക്കെ നടക്കാറില്ലേ എല്ലാവരുടെയും സ്കൂളുകളിൽ? പാട്ടും നൃത്തവും കഥാപ്രസംഗവും നാടകവുമൊക്കെയായി. അതുപോലെ ഒരു കലോത്സവം കാട്ടിൽ നടക്കുകയാണെങ്കിലോ? കാട്ടിലെ ഓരോ ജീവിയും പങ്കെടുക്കുന്ന പരിപാടികൾ എന്ത് രസമായിരിക്കും, അല്ലേ? ആരൊക്കെ ഏതൊക്കെ മത്സരങ്ങളിൽ പങ്കെടുക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആന ഏത് പരിപാടിയിലായിരിക്കും പങ്കെടുക്കുക? കുറുക്കൻ ഏത് മത്സരത്തിൽ പങ്കെടുക്കും? നമുക്ക് നോക്കാം. കഥ പോലെയുള്ള ഒരു ഉത്സവ വിവരണം. കാനനോത്സവം. കൊയ്ത്തു കഴിഞ്ഞ വയൽ. അവിടമാകെ നക്ഷത്രത്തരി പോലെ നെന്മണികൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. വയൽ കണ്ടിട്ടില്ലേ എല്ലാവരും? നെല്ലൊക്കെ വിളഞ്ഞു നിൽക്കുന്ന വയൽ. ഇപ്പോൾ നെല്ലൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നെൽച്ചെടി, അതായത് ഞാറ് നട്ടതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് അതൊക്കെ വിളഞ്ഞ് പാകമായി കന്നിമാസമൊക്കെ ആകുമ്പോഴേക്ക് കൊയ്ത്തിൻ്റെ കാലമാവും. കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് കൊയ്ത് നെന്മണി നമ്മൾ പത്തായത്തിൽ കൊണ്ട് നിറയ്ക്കും. കൊയ്യുന്ന സമയത്ത് കുറേ നെന്മണികൾ വയലിലൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. അതിൻ്റെ നിറം നല്ല സ്വർണ്ണ കളറാണല്ലേ നെല്ലിൻ്റെ നിറം. നെല്ല് കണ്ടിട്ടില്ലേ എല്ലാവരും? അതുകൊണ്ടാണ് നക്ഷത്രത്തരി പോലെ നെന്മണികൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്നത്. നക്ഷത്രങ്ങളുടെ കഷ്ണങ്ങൾ പോലെ നെന്മണികൾ വയലിൽ നിറയെ വീണ് കിടക്കുന്നുണ്ടാവും. അത് കൊത്തിപ്പെറുക്കി വയറു നിറച്ച് തിരികെ പോരുന്നതിന് മുമ്പ് നാട്ടിലൊക്കെ ഒന്ന് ചുറ്റിത്തിരിയണം. അത് കുഞ്ഞരിപ്രാവിൻ്റെ പതിവാണ്. ആരാണ് വയലിൽ നെന്മണി കുറിക്കാൻ പോകുന്നത്, നെന്മണി തിന്നാൻ പോകുന്നത്? പ്രാവ്, അല്ലേ? വയലിൽ വീണ് കിടക്കുന്ന ഈ നെന്മണികളുടെയൊക്കെ അവകാശികൾ ഇങ്ങനെ പ്രാവുകളും തത്തയും മറ്റു കിളികളുമൊക്കെയാണ്. അപ്പോൾ അത് കൊത്തിപ്പെറുക്കി വയറൊക്കെ നിറച്ച് കഴിഞ്ഞാൽ പിന്നെ നാട്ടിലൊക്കെ ചുറ്റിത്തിരിയുക എന്നുള്ളത് പ്രാവിൻ്റെ ഒരു പതിവായ പരിപാടിയാണ്. അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് അവൾ കാടരികി LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടത്. കാടരിക് LP സ്കൂൾ, സ്കൂളിൻ്റെ പേര് നോക്കൂ, കാടരിക് LP സ്കൂൾ, അല്ലേ? അവിടെയുള്ള ഗ്രൗണ്ടിൽ നിന്നും മൈക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്. മൈക്കിൽ കൂടി എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേൾക്കുന്നു അവൾ അവിടേക്ക് പറന്നെത്തി. ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള മുത്തശ്ശിപ്ലാവിൻ്റെ കൊമ്പിൽ ചെന്നിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാം. എവിടെയാണ് കുഞ്ഞരിപ്രാവ് ചെന്നിരുന്നത്? പ്ലാവിൻ്റെ കൊമ്പിൽ, അല്ലേ? പ്ലാവ് എവിടെയാണുള്ളത്? ഭക്ഷണപ്പുരയുടെ അടുത്തുള്ള മുത്തശ്ശിപ്ലാവിൻ്റെ കൊമ്പിലാണ് കുഞ്ഞരിപ്രാവ് ചെന്നിരുന്നത്. ആ പ്ലാവിൻ്റെ കൊമ്പത്തിരുന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാൻ പറ്റും. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെൻറ്റ്. ഇപ്പോൾ ഗ്രൗണ്ട് മൈതാനത്ത് സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ നിന്നാണ് മൈക്കിലൂടെയുള്ള ശബ്ദം കേൾക്കുന്നത്. കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട്, പൂത്ത താഴ്വര പോലെ. അവിടെയാണ് കലോത്സവം. മൈതാനത്ത് നിറയെ കുട്ടികൾ നിരന്ന് നിൽക്കുന്നുണ്ട് കളികൾ കാണാൻ വേണ്ടിയിട്ട്, കലോത്സവ പരിപാടികൾ കാണാനായിട്ട്. എങ്ങനെയാണ് കുട്ടികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? പൂത്ത താഴ്വര പോലെ. താഴ്വര എന്ന് പറഞ്ഞാൽ കുന്നിൻ്റെ, മലയുടെയൊക്കെ താഴെ ഭാഗമാണ്. അവിടെ നിറയെ പലതരത്തിലുള്ള പൂക്കളൊക്കെ വിരിഞ്ഞു നിന്നാൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്തൊരു ഭംഗിയായിരിക്കും. അതുപോലെ തന്നെയാണ് പല നിറങ്ങളിലുള്ള ഉടുപ്പൊക്കെ ധരിച്ച കുട്ടികൾ ഇങ്ങനെ മൈതാനത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കുഞ്ഞരിപ്രാവിന് തോന്നിയത് പൂത്തു നിൽക്കുന്ന താഴ്വര പോലെയാണെന്ന്. അപ്പോൾ അവിടെ കുട്ടികളിങ്ങനെ സ്റ്റേജിന് മുന്നിൽ പരിപാടികൾ കാണാനായിട്ട് നിരന്നിരിക്കുകയാണ്.
അവിടെയാണ് കലോത്സവം. സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ സ്റ്റേജിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞരിപ്രാവ് നോക്കുമ്പോൾ അവിടെ പാട്ടാണ്, അല്ലേ, ലളിതഗാനമാണ് നടക്കുന്നത്. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികളൊന്നാകെ കൈയടിക്കുന്നു. സന്തോഷസൂചകമായി ആർപ്പ് വിളിക്കുന്നു. ഓരോ പാട്ട് കഴിയുമ്പോഴും അവരുടെ കൂട്ടുകാരൊക്കെ ആയിരിക്കുമല്ലോ പാടുന്നത്. അപ്പോൾ ഓരോ പാട്ട് കഴിയുമ്പോഴും അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ആർപ്പ് വിളിക്കുന്നുണ്ട്. പാട്ടിന് ശേഷം മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി. കുട്ടികളാകെ ഉല്ലാസത്തിലാണ്. പാട്ട് മാത്രമല്ല ഉണ്ടായിരുന്നത്, അതിന് ശേഷം വേറെ എന്തൊക്കെ പരിപാടികളുണ്ടായി? മോണോ ആക്ട് പറഞ്ഞാൽ അറിയാലോ, മൈക്കിന് മുന്നിൽ നിന്ന് ഒരാൾ ചെറിയൊരു ഭാഗം അഭിനയിച്ച് കാണിക്കുന്നതാണ് മോണോ ആക്ട്. മിമിക്രി കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങളൊക്കെ മിമിക്രിക്കാരൊക്കെ ആയിരിക്കും അല്ലേ? പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ശബ്ദം അനുകരിക്കുന്നത് നിങ്ങൾക്കിഷ്ടമല്ലേ? അതുതന്നെയാണ് മിമിക്രി. പിന്നെ ഡാൻസ്, ഒപ്പന, തിരുവാതിര അങ്ങനെ പലതരം കലാപരിപാടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, സ്റ്റേജിൽ അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നു. കുട്ടികളാകെ ഉത്സാഹത്തിലാണ്. കുഞ്ഞരിപ്രാവ് ആ പരിപാടികളെല്ലാം കണ്ടു രസിച്ചു. പ്രാവിനും ആ പരിപാടികളൊക്കെ ഇഷ്ടമായി. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സായാഹ്ന സഭയുടെ സമയമായിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കാണ് തിരിച്ചെത്തിയത് കാട്ടിലേക്ക് കുഞ്ഞരിപ്രാവ്. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സായാഹ്ന സഭയുടെ സമയമായിരുന്നു. സായാഹ്നം വൈകുന്നേരമാണ്, സഭ മീറ്റിംഗ് ഒത്തുചേരലാണ്. വൈകുന്നേരം അവരെല്ലാവരും കൂടി, കാട്ടിലെ എല്ലാ ജീവികളും ഒന്നിച്ച് ചേരാറുണ്ട്, ഒരു മീറ്റിങ്ങൊക്കെ നടക്കാറുണ്ട്, ഒരു യോഗം കൂടാറുണ്ട്. അതാണ് സായാഹ്ന സഭ. അപ്പോൾ കുഞ്ഞരിപ്രാവ് തിരിച്ചെത്തുമ്പോഴേക്കും അതിൻ്റെ സമയമായിരുന്നു. കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക. അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിൽ കാട്ടുചോല എന്ന് പറഞ്ഞാൽ കാട്ടരുവി, ചെറിയ പുഴയുടെ ചെറിയ രൂപമാണ് ചോല, അരുവി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ തീരത്തുള്ള വിശാലമായ വലിയ കറുകപ്പുല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന മൈതാനത്തിലാണ് എല്ലാ മൃഗങ്ങളും പങ്കെടുക്കുന്ന ആ സഭ ചേരാറുള്ളത്. കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക. അപ്പോൾ എല്ലാ ജീവികളും, ആ കാട്ടിലുള്ള എല്ലാ ജീവികളും, സകല കാട്ടുജീവികളും, എല്ലാ കാട്ടുജീവികളും ആ സഭയിൽ, ആ യോഗത്തിൽ പങ്കുചേരും. കാട്ടുരാജാവായ സൂചിക്കൊമ്പൻ്റെ കൽപ്പനയനുസരിച്ച് സകലരും കൃത്യസമയത്തെത്തും. അപ്പോൾ കാട്ടിലെ രാജാവ് ആരാണ്? കൊമ്പനാനയാണ്, അല്ലേ? കൊമ്പനാന, സൂചിക്കൊമ്പൻ. അപ്പോൾ സൂചിക്കൊമ്പൻ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൃത്യസമയത്ത് തന്നെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തണമെന്ന്. അപ്പോൾ എല്ലാവരും രാജകൽപ്പന സ്വീകരിച്ച് കൃത്യസമയത്ത് തന്നെ എത്തും. കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജൻ്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിൻ്റെ സമയമാണ്. അപ്പോൾ അവരുടെ സഭയിൽ പല ചടങ്ങുകളുമുണ്ട്. പ്രതിജ്ഞയുണ്ട്, വാർത്ത പറയലുണ്ട്, പിന്നെ രാജാവിൻ്റെ തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിക്കൽ. അപ്പോൾ അങ്ങനെ ഓരോന്നും കഴിഞ്ഞാൽ പിന്നെ പ്രജകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാം. അവർക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം, രാജാവിനോടും മറ്റുള്ളവർക്ക് കേൾക്കാനായും. അപ്പോൾ കാട്ടുപ്രതിജ്ഞ കഴിഞ്ഞു. പിന്നെ കാട്ടിലെ എല്ലാ വാർത്തകളും പരസ്പരം പങ്കുവച്ചു. പിന്നെ രാജാവിൻ്റെ തീരുമാനങ്ങളൊക്കെ പ്രഖ്യാപിക്കലുമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം പ്രജകളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമായി. ആ സമയത്ത് അപ്പോൾ കുഞ്ഞരിപ്രാവ് പതിയെ പറഞ്ഞു, നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ. എന്താ പറഞ്ഞത്? നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ. രാജാവേ, നമ്മുടെ കാട്ടിലും കലോത്സവമൊക്കെ നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണേ? രാജാവ് നെറ്റി ചുളിച്ചു. രാജാവിന് അത് വലിയ ഇഷ്ടമായില്ല. അതൊക്കെ വേണോ? അതൊക്കെ ആവശ്യമുണ്ടോ എന്നായി രാജാവ്.
ശരിയാ, അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ, മുയലച്ചൻ തൊഴുകൈയോടെ പറഞ്ഞു. മുയലച്ചനും അതത്ര ബോധിച്ചില്ല. മുയലച്ചനും പറഞ്ഞു അതൊക്കെ വലിയ പൊല്ലാപ്പാ, അതൊന്നും വേണ്ട എന്ന്. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട, ഇവൾ ഓരോന്നിങ്ങനെ കൊണ്ടുവരും, മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ. അതാരാ പറഞ്ഞത്? കരടിക്കുട്ടൻ തറപ്പിച്ചു പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ മനുഷ്യർ അവരുടെ നാട്ടിൽ നടത്തുന്ന കോമാളിത്തരങ്ങളാണ്, അതൊന്നും നമ്മുടെ കാട്ടിൽ ആവശ്യമില്ല എന്ന് കരടിക്കുട്ടനും പറഞ്ഞു. സൈലൻസ്. അപ്പോൾ എല്ലാവരും കൂടി അതിനെതിരെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഒരു ബഹളം തന്നെയായി. അപ്പോൾ രാജാവ് എല്ലാവരോടും നിശബ്ദരായിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പ്രാവിനോട് ചോദിക്കുകയാണ്, അല്ല കുഞ്ഞരിപ്രാവേ, എന്താണ് ഈ കലോത്സവം? നീ ഒന്ന് പറ. മഹാരാജാവ് കൽപ്പിച്ചു. അപ്പോൾ കുഞ്ഞരിപ്രാവേ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ കലോത്സവം എന്നതുകൊണ്ട് നീ എന്താ അർത്ഥമാക്കുന്നത്? നീ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തന്നേ എന്ന് പറഞ്ഞു രാജാവ് പ്രാവിനോട്. താൻ കണ്ട കലോത്സവത്തെപ്പറ്റി കുഞ്ഞരിപ്രാവ് വിശദമായി പറഞ്ഞു. അന്ന് നെന്മണി കൊത്തിപ്പെറുക്കാൻ പോയപ്പോഴല്ലേ സ്കൂളിൽ ചെന്നതും കുട്ടികളുടെ കലാപരിപാടികൾ കണ്ടതും. അപ്പോൾ ആ കണ്ട കാഴ്ചകളൊക്കെ കുഞ്ഞരിപ്രാവ് രാജാവിനും മറ്റുള്ളവർക്കും കേൾക്കാനായി വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. നമ്മുടെ കാട്ടിലെല്ലാവരും കലാവാസനയുള്ളവരാണ്, അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ, മന്ത്രി മയിലമ്മ വ്യക്തമാക്കി. അപ്പോൾ കുഞ്ഞരിപ്രാവിൻ്റെ വിശദീകരണമൊക്കെ കേട്ടപ്പോൾ കുഞ്ഞരിപ്രാവ് കണ്ട കാഴ്ചകളെക്കുറിച്ച് കലോത്സവത്തിൻ്റെ വിവരണം നടത്തിയതിന് ശേഷം അത് കേട്ട മന്ത്രി പറഞ്ഞു. മന്ത്രി ആരാണ്? മയിലമ്മ. മന്ത്രി മയിലമ്മ രാജാവിനോട് പറഞ്ഞു, നമ്മുടെ കാട്ടിലെല്ലാവരും കലാവാസനയുള്ളവരാണ്, എല്ലാവർക്കും കലാപരമായ കഴിവുകളുണ്ട്, നമ്മുടെ കാട്ടിലുള്ള എല്ലാ ജീവികൾക്കും ഓരോ കഴിവുകളൊക്കെ ഉണ്ട്, അവരെല്ലാം ചേർന്നുള്ള കലോത്സവം വേണം രാജൻ, തീർച്ചയായും അത് നല്ലതാണ് എന്ന് മന്ത്രി പറഞ്ഞു. പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ്. കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി. അപ്പോൾ കുയിൽ പറഞ്ഞു, അല്ലേ, നല്ലതാണ്, ശരിയാണ്, പ്രജകളുടെ ഒത്തൊരുമയ്ക്ക്, അല്ലേ, എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് പങ്കെടുക്കുന്ന പരിപാടി കാണാനും എല്ലാവരും കൂടി ഒന്നിച്ചു ചേരും, അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ചു ചേരാനുള്ള ഒരു അവസരമാണ് കലോത്സവം നടത്തുന്നതിലൂടെ കിട്ടുക. അപ്പോൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനും കളികളിൽ പങ്കെടുക്കാനും കാണാനുമൊക്കെ ഉള്ള അവസരമാണ് കലോത്സവത്തിലൂടെ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായും അതൊരു നല്ല കാര്യമാണ് എന്ന് കുയിലമ്മയും പറഞ്ഞു. കാട്ടുകായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ്, സുന്ദരിക്കാക്ക പറഞ്ഞു. അപ്പോൾ കാക്കയും അതിനെ പിന്താങ്ങി, അല്ലേ, കാക്കയ്ക്കും ഇഷ്ടമാണ്. കാക്കയും പറഞ്ഞു, പരിപാടികൾ നടത്തുന്നത് വളരെ നല്ലതാണ്. കായികോത്സവം. എന്താണ് കായികോത്സവം? കായിക പരിപാടികൾ, സ്പോർട്സ്, അല്ലേ, ഓട്ടവും ചാട്ടവുമുള്ള സ്പോർട്സ് നിങ്ങൾക്ക് കളിക്കാറില്ലേ? ഓടാറൊക്കെ ഇല്ലേ നിങ്ങൾ? അതുപോലെ അവർ കായികോത്സവം, സ്പോർട്സ് കാട്ടിൽ നടത്താറുണ്ടത്രേ. അപ്പം അതുപോലെ നമുക്ക് ഈ കലോത്സവവും നടത്താവുന്നതാണ് എന്ന് സുന്ദരിക്കാക്ക പറഞ്ഞു. കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കുറുക്കൻ തിരക്കുകൂട്ടി. അപ്പോൾ എല്ലാവർക്കും ഉത്സാഹമായി, അല്ലേ, അത് കേട്ടപ്പോൾ. ഇപ്പോൾ കുറുക്കനൊക്കെ മുന്നിട്ടിറങ്ങി. കുറുക്കൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് എന്തൊക്കെ മത്സരങ്ങൾ നടത്താം, എന്തൊക്കെ കലാപരിപാടികൾ അവതരിപ്പിക്കാം, ഓരോ ഇനങ്ങളുടെ പേര് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കുറുക്കൻ തിരക്കുകൂട്ടി. പാട്ട്, നൃത്തം, കൂവൽ, കുറുകൽ, ഓരിയിടൽ, ഫാഷൻ ഷോ, ഡിസ്കോ, മിമിക്രി, നിർദ്ദേശങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടായി. അപ്പോൾ എന്തൊക്കെ പരിപാടികൾ നടത്താമെന്ന് ഓരോരുത്തരായി പറയാൻ തുടങ്ങി, അല്ലേ. പാട്ട് പാടാം, നൃത്തം ചെയ്യാം, കൂവൽ നടത്താം, കുറുകലാവാം, അല്ലെ. കുറുകൽ നമ്മുടെ പ്രാവിൻ്റെയൊക്കെ ശബ്ദത്തിനാണ് കുറുകൽ എന്ന് പറയാം. പിന്നെ ഓരിയിടാം, കുറുക്കനും നായയൊക്കെ ഉണ്ടല്ലോ ഓരിയിടാൻ. പിന്നെ ഫാഷൻ ഷോ നടത്താം, നല്ല പച്ചിലകളുടെ ഡ്രസ്സും പൂക്കൾ കൊണ്ട് മാലയും തൊപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ഫാഷൻ ഷോ ഒക്കെ നടത്താമല്ലോ. പിന്നെ ഡിസ്കോ ഡാൻസൊക്കെ കളിക്കാം, മിമിക്രി അവതരിപ്പിക്കാം. അങ്ങനെ ഓരോ മത്സര ഇനങ്ങളുടെ പേര് ഓരോരുത്തരായി പറയാൻ തുടങ്ങി. എന്താണ് കാനനോത്സവം നടത്തേണ്ടത്?
രാജാവും ഉത്സാഹത്തിലായി അല്ലേ. അപ്പോൾ രാജാവിനും ഇഷ്ടമായി തുടങ്ങി. പരിപാടികളുടെ പേരൊക്കെ പറഞ്ഞു, ഓരോരുത്തർക്കും ഇന്ന പരിപാടികളൊക്കെ അവതരിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ രാജാവിനും വളരെ വളരെ ഉത്സാഹമുണ്ടായി. ഇനി എപ്പോഴാണ് നടത്തേണ്ടതെന്ന് തീരുമാനിക്കൂ എന്ന് പറഞ്ഞു. എന്തിനാ വൈകിക്കുന്നത് മഹാരാജൻ? വരുന്ന സംഗീത ദിനത്തിലാവട്ടെ. കരുത്തൻ പരുന്ത് നിർദ്ദേശിച്ചു. ഒട്ടും വൈകിക്കേണ്ട ആവശ്യമില്ല അല്ലേ, എത്രയും പെട്ടെന്ന് തന്നെ നടത്താം. അടുത്ത ആഴ്ച സംഗീത ദിനമല്ലേ വരാൻ പോകുന്നത്, അന്ന് തന്നെ നടത്താലോ എന്ന് പറഞ്ഞു പരുന്ത്. കുഞ്ഞിക്കുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിക്കും. ചിന്നക്കുയിൽ കൺവീനറും. മന്ത്രി മയിലമ്മ ചുമതലകൾ പ്രഖ്യാപിച്ചു. പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ നേതൃത്വം വഹിക്കാൻ ആൾക്കാർ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേതൃത്വം വഹിക്കാനായിട്ട് നല്ല രീതിയിൽ പരിപാടികൾ നടത്തിക്കൊണ്ടു പോകാൻ നല്ല നേതാക്കളെ ആവശ്യമാണ്. അപ്പോൾ നല്ല സംഘാടകർ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിക്കുരുവിയെ അധ്യക്ഷനാക്കി, കുയിലിനെ കൺവീനറുമാക്കി. ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ നാളത്തെ സായാഹ്ന സഭയിൽ പേരു തരണം. പിന്നെ ആർക്കും പങ്കെടുക്കാം അല്ലേ. പ്രായമായി എന്ന് വിചാരിച്ച് ആരും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ആർക്കും ഏത് പരിപാടിയിലും പങ്കെടുക്കാമെന്നും പറഞ്ഞു. കുഞ്ഞിക്കുരുവി ഗൗരവത്തിൽ പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ കാനനോത്സവ ദിനമായി. അപ്പോൾ ദിവസം വന്നെത്തിയാൽ എല്ലാവരും കാത്തുനിന്ന ആ ദിവസം എത്തി. കാനനോത്സവം നടത്തുന്ന ദിവസമായി. കാടിൻ്റെ നാനാഭാഗത്തു നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി. ആ കാടിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലത്തും താമസിക്കുന്ന എല്ലാ ജീവികളും പരിപാടി നടക്കുന്നിടത്തേക്കെത്തി. കറുകപ്പുൽ മൈതാനം കാണികളെ കൊണ്ട് നിറഞ്ഞു അല്ലേ. എല്ലാ മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവിടെ പരിപാടി കാണാനും പങ്കെടുക്കാനും ഒക്കെ ആയിട്ട് അവിടെ എത്തിച്ചേർന്നു. കാണികളെ കൊണ്ട് നിറഞ്ഞു. സ്റ്റേജിൽ ആദ്യം നടക്കുന്ന ഫാഷൻ ഷോയ്ക്ക് പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി. പുള്ളിപ്പുലിക്കാണ് അനൗൺസ്മെൻറ്റ് അല്ലേ. മൈക്കിനടുത്ത് നിന്ന് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് പുള്ളിപ്പുലിയാണ്. അപ്പോൾ ഫാഷൻ ഷോ ആണ് ആദ്യം നടത്തിയത്. അപ്പോൾ അതിൻ്റെ പേര് വിളിക്കാൻ തുടങ്ങി ഓരോരുത്തരെയായിട്ട്. തുടർന്ന് കുയിലിൻ്റെ നേതൃത്വത്തിൽ പാട്ടു മത്സരമാണെന്ന് അറിയിപ്പുണ്ടായി. അപ്പോൾ ഫാഷൻ ഷോ കഴിഞ്ഞു. പിന്നെ കുയിലിൻ്റെ നേതൃത്വത്തിൽ പാട്ടു മത്സരമായി. കുയിൽ പക്ഷികളിലെ പാട്ടുകാരാണല്ലേ. അപ്പോൾ പാട്ടു മത്സരവുമായി. നൃത്തങ്ങളിൽ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുന്തിൻ്റെ അടുത്ത് ചെന്ന് ഉടനെ നറുക്കെടുക്കണമെന്ന് മൂന്നാമതും അനൗൺസ്മെൻറ്റ് കേട്ടു. അപ്പോൾ നൃത്യങ്ങൾ ഡാൻസിലൊക്കെ പങ്കെടുക്കുന്ന ആരാണോ അവർ പോയിട്ട് കോഡ് നമ്പറൊക്കെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതിൻ്റെ അനൗൺസ്മെൻറ്റും അടുത്ത് തന്നെ കേട്ടു. മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കൈയടിച്ച് ആർപ്പ് വിളിച്ചു. അങ്ങനെ ഫാഷൻ ഷോയും പാട്ടും നൃത്തവും ഒക്കെ ആയിട്ട് മേളം തന്നെയായി അവിടെ. എല്ലാവരും പങ്കെടുത്തു. കുറേ പേർ, എല്ലാവർക്കും ജയിക്കാൻ പറ്റില്ലല്ലോ, കുറേ പേർ ജയിച്ചു, കുറേ പേർ തോറ്റു. പക്ഷേ എല്ലാവരും ഉത്സാഹത്തിലാണ്. തോറ്റവരും ജയിച്ചവരും ഒക്കെ ആർപ്പ് വിളിച്ചു, കൈയടിച്ചു അല്ലേ. അപ്പോൾ എല്ലാവരും ആഹ്ലാദത്തിമിർപ്പിലാണ്. രാജാവെന്ന നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചിക്കൊമ്പൻ ഒരു കൈ നോക്കി. നമ്മുടെ രാജാവ് കൊമ്പനാനയും ഒട്ടും മടിച്ചില്ല, ഒന്നിലും മാറി നിന്നില്ല. എല്ലാ പരിപാടികളിലും എല്ലാ മത്സരത്തിലും പങ്കെടുത്തു നമ്മുടെ മഹാരാജാവ്. ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും മാത്രമേ ജയിക്കാനായുള്ളൂ. നമ്മുടെ മൂപ്പര് ജയിച്ചു അല്ലേ 2 മത്സരത്തിൽ. ഏതിലൊക്കെയാണ് ജയിച്ചത്? ഫാഷൻ ഷോയിൽ ജയിച്ചു, പിന്നെ അമറൽ മത്സരത്തിൽ അല്ലേ, ശബ്ദം ഉണ്ടാക്കിയാൽ ആനയുടെ ശബ്ദം, ചിഹ്നം വിളി അല്ലേ. അപ്പോൾ അമറൽ മത്സരത്തിലും ജയിച്ചു, ഫാഷൻ ഷോയിലും ജയിച്ചു. എല്ലാ മത്സരത്തിലും പങ്കെടുത്തെങ്കിലും 2 ഇനങ്ങളിൽ ജയിക്കാൻ പറ്റി നമ്മുടെ മഹാരാജാവിന്. കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചിക്കൊമ്പൻ കുഞ്ഞരിപ്രാവിനെ തളിരില മാല അണിയിച്ചുകൊണ്ട് ആദരിച്ചു. പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുഞ്ഞരിപ്രാവിനെ ആദരിക്കുന്ന ചടങ്ങാണ്. എന്തുകൊണ്ടാണ് ആദരിച്ചത്? ഇങ്ങനെയൊരു മത്സര പരിപാടികൾ, കലോത്സവം, കാനനോത്സവം നടത്താനുള്ള ഐഡിയ ആരുടേതായിരുന്നു? കുഞ്ഞരിപ്രാവിൻ്റെ അല്ലേ. നെന്മണി കൊത്തിപ്പെറുക്കാൻ വയലിൽ പോയി ചുറ്റിത്തിരിയുന്ന സമയത്താണ് സ്കൂളിൽ കുട്ടികളുടെ കലാപരിപാടികൾ നടക്കുന്നത് കണ്ടതും കാട്ടിലെ സായാഹ്ന സഭയിൽ വെച്ച് കാനനോത്സവം നടത്തുന്ന കാര്യം സൂചിപ്പിച്ചതും
അല്ലേ? അപ്പോൾ ഇങ്ങനെയൊരു കാനനോത്സവം കാട്ടിലെ മത്സരം നടത്താൻ വേണ്ടിയിട്ടുള്ള ഐഡിയ നൽകിയതിൻ്റെ പേരിൽ രാജാവ് തളിരിലകൾ ചേർത്ത് നല്ലൊരു മാലയുണ്ടാക്കി കുഞ്ഞരിപ്രാവിനെ അണിയിച്ച് ആദരിച്ചു. എല്ലാ കൊല്ലവും കാനനോത്സവം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി എല്ലാ വർഷവും ഇതുപോലെ കാനനോത്സവം നടത്തും, കലാപരിപാടികൾ നടത്തും എന്നും പ്രഖ്യാപിച്ചു. കൂട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ചാണ് കാട്ടിലേക്ക് പോയത്. അപ്പോൾ അവിടെ പരിപാടികൾ പങ്കെടുക്കുമെന്ന് എല്ലാവർക്കും ആ ഒരു ദിവസം മറക്കാൻ പറ്റാത്തതായി വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ തിരിച്ചു പോയത്. ഇനി അടുത്ത വർഷത്തെ മത്സരത്തിൽ എങ്ങനെയൊക്കെ അവതരിപ്പിക്കണം, എന്തൊക്കെ പരിപാടികൾ അവതരിപ്പിക്കണം എന്നുള്ള ചിന്തയായിരിക്കും അവർക്ക്, അല്ലേ? അപ്പോൾ അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാത്തൊരു ദിവസമായി മാറി അന്ന് ആ കാനനോത്സവം നടത്തിയ ദിവസം. അപ്പോൾ കാനനോത്സവം എന്നുള്ള പാഠം ഇഷ്ടമായോ എല്ലാവർക്കും? ഇനി നമുക്ക് പ്രവർത്തനം നോക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം? ഇതിലെ ഏതെല്ലാം കലാപരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇപ്പോൾ ഈ കാനനോത്സവം എന്നുള്ള പാഠത്തിൽ കുറേ കലാപരിപാടികളുടെ പേരുകൾ പറയുന്നുണ്ടല്ലേ? ഡാൻസും പാട്ടും ഫാഷൻ ഷോയും അല്ല, അങ്ങനെ പല പരിപാടികളും. വേറെ ഏതൊക്കെ പരിപാടികളാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? നിങ്ങളുടെ സ്കൂളുകളിൽ കണ്ടതും നിങ്ങൾ അവതരിപ്പിച്ചതുമായിട്ടുള്ള പരിപാടികൾ? നാടകം, മൈമ് അല്ലേ, കഥാപ്രസംഗം, ചാക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ, അങ്ങനെ പല പരിപാടികളും ഉണ്ടല്ലേ ഇതിൽ പറഞ്ഞത് കൂടാതെ. അപ്പോൾ അതൊക്കെ പേരെഴുതി വെക്കാം നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ. ഇനി അടുത്തതായിട്ട് സ്കൂൾ കലോത്സവത്തെക്കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം എഴുതാമോ? കലോത്സവ വിവരണം. പൂത്ത താഴ്വര പോലെ ഗ്രൗണ്ടിൽ കുട്ടികൾ നിറഞ്ഞിരിക്കുന്നു. സ്റ്റേജിൽ ലളിതഗാന മത്സരം നടക്കുന്നുണ്ടായിരുന്നു. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ കൈയടിക്കുന്നു, ആർപ്പ് വിളിക്കുന്നു. പാട്ടിന് ശേഷം മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിര, അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി. കുട്ടികളാകെ ഉല്ലാസത്തിലാണ്. ഇനി അടുത്തത്, കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന ഏതൊക്കെ മത്സരങ്ങളാണ്? നിങ്ങൾക്ക് മത്സരങ്ങളുടെ പേര് നിർദ്ദേശിക്കാമോ എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം. അതിൽ വാലാട്ടിക്കളി അല്ലേ, പക്ഷികൾക്ക് മത്സരിക്കാൻ പറ്റുന്ന ഒരിനമാണ് വാലാട്ടിക്കളി. മൂളിപ്പാട്ട്, കൊതുക്, തേനീച്ച, വണ്ട് അവയൊക്കെ മൂളിപ്പാട്ട് പാടാൻ മിടുക്കരാണ് അല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മൂളിപ്പാട്ട് മത്സരം നടത്താം. പിന്നെ ഓരിയിടൽ, കുറുക്കൻ, നായ, അവർക്കൊക്കെ വേണ്ടി ഓരിയിടൽ മത്സരം നടത്താം. പിന്നെ ഫാൻസി ഡ്രസ്സ്, ഓന്ത് അല്ലേ, ഇടയ്ക്കിടയ്ക്ക് നിറം മാറുന്ന ആളാണ് ഓന്ത്. പിന്നെ പാട്ട്, കുയിലും തത്തയും വാനമ്പാടിയൊക്കെ നല്ല പാട്ടുകാരാണ്. മയിൽ നല്ല നൃത്തം ചെയ്യുന്ന പക്ഷിയാണ് അല്ലേ, അപ്പോൾ മയിലിന് വേണ്ടി നൃത്തം. പിന്നെ മത്സരത്തിന് വേണ്ടി നമ്മൾ പലതരം നിയമാവലികളൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ ഓരോ മത്സരത്തിനും. അപ്പോൾ ഇവിടെ ഒരു മത്സരം, മൂളിപ്പാട്ട് മത്സരം, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവരാം? അപ്പോൾ 7 പേർക്ക് പങ്കെടുക്കാം. 5 മിനിറ്റാണ് മത്സര സമയം. വാദ്യോപകരണം ഉപയോഗിക്കരുത്. പറന്നു നടക്കുന്ന ജീവികൾ മാത്രമേ പങ്കെടുക്കാവൂ. അപ്പോൾ ഇങ്ങനെയുള്ള നിയമാവലിയൊക്കെ കൊണ്ടുവരാവുന്നതാണ്. ഇനി അടുത്തത് നോക്കൂ, കായികോത്സവം. ഇപ്പോൾ കലോത്സവം പോലെ കായികോത്സവം നടക്കുകയാണെങ്കിൽ എന്തൊക്കെ പരിപാടികൾ, എന്തൊക്കെ കായിക മത്സരങ്ങൾ നടത്താം? മരഞ്ചാട്ടം അല്ലെ, കുരങ്ങന്മാർക്കൊക്കെ വേണ്ടി മരഞ്ചാട്ടം, കൂടുണ്ടാക്കൽ മത്സരം, നീന്തൽ, പറക്കൽ, ഓട്ടം, ചാട്ടം തുടങ്ങിയ പരിപാടികളൊക്കെ നടത്താം അല്ലേ. പിന്നെ കുറച്ച് അർത്ഥമാണ്. കൊഴിഞ്ഞു കിടക്കുക, വീണ് കിടക്കുക. ആർപ്പ് വിളി, ആഹ്ലാദം സൂചിപ്പിക്കുന്ന ശബ്ദം. ഉല്ലാസം, സന്തോഷം. അധ്യക്ഷൻ, സഭാനാഥൻ. സായാഹ്നം, വൈകുന്നേരം. ചോല, അരുവി. വിളംബരം, പ്രഖ്യാപനം, പരസ്യം. ഇനി കുറച്ച് വാക്കുകൾ പിരിച്ചെഴുതാൻ. വിശാലമായ, വിശാലം പ്ലസ് ആയ. ഓരോന്നിങ്ങനെ, ഓരോന്ന് പ്ലസ് ഇങ്ങനെ. ആർത്തുല്ലസിച്ച്, ആർത്ത് പ്ലസ് ഉല്ലസിച്ച്. തളിരില,
തളിര് പ്ലസ് ഇല. കുറച്ച് പര്യായ പദങ്ങൾ: കാട്, വനം, കാനനം, കൈ, കരം, ഹസ്തം, നക്ഷത്രം, താരം, താരകം. കാട് ചേർന്ന് വരുന്ന പദങ്ങൾ കണ്ടെത്താം. നമ്മൾ കാട് ചേർന്ന് വരുന്ന കുറേ പദങ്ങൾ പാഠഭാഗത്ത് പരിചയപ്പെട്ടു അല്ലേ? കാട്ടുജീവി, കാട്ടുരാജാവ്, കാട്ടുപ്രതിജ്ഞ, കാട്ടുചോല, കാട്ടുകായികോത്സവം. ഇനി കുറച്ച് ഉത്തരം കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ. കുഞ്ഞരിപ്രാവിൻ്റെ പതിവെന്താണ്? ഉത്തരം: വയലിൽ നിന്നും നെന്മണികൾ കൊത്തിപ്പെറുക്കി വയറ് നിറച്ചു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ ചുറ്റിത്തിരിയുന്നത് കുഞ്ഞരിപ്രാവിൻ്റെ പതിവാണ്. മന്ത്രിയെ പിന്താങ്ങിക്കൊണ്ട് കുയിലമ്മ പറഞ്ഞതെന്ത്? ഉത്തരം: പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും പരിപാടികൾ നടത്തുന്നത് നല്ലതാണ്. ഇതാണ് കുയിലമ്മ പറഞ്ഞത്. പിന്നൊന്ന്: സൂചിക്കൊമ്പൻ ഏതൊക്കെ മത്സരങ്ങളിലാണ് ജയിച്ചത്? ഉത്തരം: ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും. നാലാമത്തെ ചോദ്യം: രാജാവ് കുഞ്ഞരിപ്രാവിനെ ആദരിച്ചത് എന്തിന്? ഉത്തരം: കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ നൽകിയതിന്. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ. ക്ലാസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.